പ്രിയപ്പെട്ടവരെ, 1995 അമേരിക്കയിലെ മേരിലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ബൾട്ടിമോർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് സെമിനാരി സന്ദർശിക്കുവാനായിട്ട് തയ്യാറായി. നമ്മൾക്കറിയാമല്ലോ, മാർപ്പാപ്പയെപ്പോലെ അതിവിശിഷ്ടമായ വ്യക്തികൾ വന്നു കഴിയുമ്പോൾ പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കും. അതിന് മുന്നോടിയായിട്ട് സെക്യൂരിറ്റി ഗാർഡുകൾ വന്ന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കും. ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിനെ കൊണ്ട് അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും മനുഷ്യ സാന്നിധ്യമുണ്ടോ, ഹിഡനായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അവർ പരിശോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർപ്പാപ്പയുടെ സന്ദർശനം സെമിനാരിയുടെ പുറത്തുള്ള വലിയൊരു ഹാളിലാണ് ഒരുക്കിയിരുന്നത്. സെമിനാരിക്കാരും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ജനക്കൂട്ടവും അവിടെ തടിച്ചുകൂടിയിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാർപ്പാപ്പ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. സെമിനാരിക്കുള്ളിലെ ആ ദേവാലയത്തിലേക്കൊന്ന് പോയി അല്പസമയം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും. എന്നാൽ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് സെമിനാരിയുടെ അകമൊന്നും സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ അവർ ഡിസിഷൻ എടുത്തു. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗിനെ കൊണ്ട് സെമിനാരിയുടെ ഉള്ളെല്ലാം ഒന്ന് പരിശോധിച്ചു. പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിക്കുവാൻ പോകുന്ന ആ പള്ളിയുടെ പരിസരങ്ങളെല്ലാം. ഈ ഡോഗിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ സ്ഥലത്ത് എവിടെയെങ്കിലും മനുഷ്യവാസമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുരച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിശബ്ദമായി ഇരിക്കും, എഴുന്നേറ്റ് പോവുകയില്ല. ഈ പള്ളിയുടെ അടുക്കലെത്തിയപ്പോൾ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് ചെയ്ത ഒരേ ഒരു കാര്യമുണ്ട്. നിശബ്ദമായിട്ട് ആ പള്ളിയുടെ മുൻപിൽ ഇരിക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡുകൾ പലതവണ പിന്തിരിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ ഡോഗ് അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലായി, ഒരു മനുഷ്യ സാന്നിധ്യമുണ്ട് ഈ പ്രദേശത്ത്, എവിടെയോ ഹിഡനായിട്ടുള്ള ഒരു മനുഷ്യ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടത് കണ്ടുപിടിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായി. അവരത് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു, പക്ഷേ ഒന്നും കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല. മാർപ്പാപ്പയോട് കാര്യം പറഞ്ഞു. മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ദേവാലയത്തിലേക്കാണ് പോകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളിൽ ഒരാൾ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. മാർപ്പാപ്പ ആ പള്ളിയിലേക്ക് കയറി ദിവ്യകാരുണ്യ സന്നിധിയിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാലോ, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ഈശോയുടെ സാന്നിധ്യം ഒരു വിശ്വാസിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ഡോഗിന് ആ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു. ഒരു മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിന് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ആ ഡോഗ് ആ ടാബർനാക്കിളിൻ്റെ മുൻപിൽ നിശബ്ദമായിട്ട് അവിടെ ഇരുന്നത്. മാർപ്പാപ്പയ്ക്കും ഇതറിയാമായിരുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡുകളോട് പറഞ്ഞു, ഡോഗിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ആ തിരുവോസ്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പല മഹത് വ്യക്തികളും മഹാത്മാക്കളും വിശുദ്ധാത്മാക്കളുമൊക്കെ ഈശോയുടെ സാന്നിധ്യം ഈ വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധാത്മാക്കൾ ഭക്ഷണമൊന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രോഗത്തിൻ്റെ സാഹചര്യങ്ങളിൽ വർഷങ്ങളോളം വിശുദ്ധ കുർബാന സ്വീകരിച്ചു മാത്രം ജീവിച്ച വിശുദ്ധാത്മാക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ചരിത്രത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പെസഹ തിരുനാളിൻ്റെ അന്ന് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശ ഈശോ സ്ഥാപിച്ചത് എനിക്ക് വേണ്ടിയും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം
തിരക്കേറിയതാ. ഈ തിരക്കേറിയ ജീവിതത്തില് നേടിയെടുക്കുവാനുള്ള തത്രപ്പാടിലാണ് ഞാനും നിങ്ങളുമൊക്കെ. ശാന്തമായി ഇരിക്കാനോ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാനോ ശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡിൽ കുമ്പസാരത്തിന് എങ്ങനെ ഒരുങ്ങണമെന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ വിശ്വാസികളായ കുറച്ചു പേരൊക്കെ വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് അരമണിക്കൂറോ 40 മിനിറ്റോ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി കുമ്പസാരത്തിന് പോകുന്നതിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ നൽകിയ വലിയ സപ്പോർട്ട് അനേക ആയിരങ്ങളിലേക്ക് ആ ടോക്ക് എത്തിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം ചിലരൊക്കെ പറഞ്ഞു, അച്ചോ ആ ടോക്കിലൂടെ നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് സാധിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരം നടത്തി ആഴമേറിയ ഒരു വിശ്വാസത്തിലേക്ക് വന്നവർക്ക് മാത്രമേ ഈശോയുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പെസഹാ തിരുനാളിൻ്റെ അന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇനി പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തേല് സ്പർശിച്ചപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾക്കറിയാം. ബൈബിളിൽ പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. ഈ മകളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ വൈദ്യന്മാരും ഉപേക്ഷിച്ച സമയത്ത് ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്തുവാൻ സാധ്യമാകുമെന്ന് ഈ മകൾ വിചാരിച്ചു, ഹൃദയത്തിൽ വിശ്വസിച്ചു. ആരും കാണാതെ ഈശോയുടെ അടുക്കിലേക്ക് വരികയും ആ തിരുവസ്ത്രത്തിലൊന്ന് സ്പർശിക്കുകയും ചെയ്തു. അവിടെ അത്ഭുതം സംഭവിച്ചു. നമുക്കറിയാം, ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്ത്യാനികളായ നമ്മളൊക്കെ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഈശോയെ കൈകളിൽ സ്വീകരിക്കുകയും അതോടൊപ്പം നാവുകളിൽ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാത്തത് എന്ന്? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം പല രീതിയിൽ, പല വ്യാഖ്യാനങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാം. എങ്കിലും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥനയോടെ ഈശോയെ കരങ്ങളിൽ, നാവിൻ്റെ തുമ്പിൽ സ്വീകരിക്കുമ്പം എൻ്റെ ദൈവത്തെയാണ് ഞാൻ സ്വീകരിച്ചെന്ന ബോധ്യമുള്ളവരും അതിൽ അടിയുറച്ചു ജീവിക്കുന്നവരും ധാരാളമാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ചിലരുടെയൊക്കെ ജീവിതങ്ങളിൽ കാര്യമായ മാറ്റം വരാത്തത് എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ആഴമേറിയ ഒരു വിശ്വാസത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ വീട് മലബാറിലാണ്. നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാവുന്നതാണ്. കടും വേനലിന് ശേഷം നല്ല മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ വേനൽക്കാലത്ത് ആദ്യമായി പെയ്യുന്ന മഴ ആ സമയത്തൊരു ലഹരിയാണ്. കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ആ കളിസ്ഥലത്ത് നിന്ന് തന്നെ എൻ്റെ കൈകളിൽ ചെളിയുണ്ടെങ്കിൽ പോലും കൈക്കുമ്പിളിലേക്ക് മഴവെള്ളം ഇങ്ങനെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കും. ആ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുമ്പം അമ്മ പറയും, മോനെ നീ ആ വെള്ളം കുടിക്കരുത്, കൈ വൃത്തിയായിട്ട് കഴുകണം, അല്ലെങ്കിൽ നിനക്ക് രോഗമുണ്ടാകുമെന്ന് പറയുമായിരുന്നു. ഞാനതനുസരിക്കുമായിരുന്നു. കാരണം 4ലോ 5ലോ പഠിക്കുന്ന ആ സമയത്തുണ്ടായ ഒരു കാര്യം. പിന്നീട് ഞാൻ കൈയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ കൈക്കുമ്പിളിൽ ഈ വെള്ളം സ്വീകരിക്കുവാനും അത് കുടിക്കുവാനും ശ്രമിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി എൻ്റെ കൈകളിൽ ചെളിയുണ്ട്. ആ ചെളിയോടുകൂടിയാണ് ഞാൻ ഈ വെള്ളം കുടിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ
ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനേയും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായേനെ. മറിച്ച് ഞാനത് നല്ല വിശുദ്ധമായ കൈക്കുമ്പിളിൽ ആ വെള്ളം സ്വീകരിച്ചിരുന്നെങ്കിൽ അതെനിക്ക് കുറച്ചും കൂടെ ആരോഗ്യം പ്രദാനം ചെയ്യും, അതോടൊപ്പം അതെൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധിയോടെ ചെയ്യുവാൻ സാധിച്ചാൽ അവിടെ വലിയ മാറ്റമാണ് സംഭവിക്കുക. ചുരുക്കത്തിൽ, ജീവിത വിശുദ്ധിയോടെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുക. അവിടെയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് സംഭവിച്ച ആ അത്ഭുതം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തില് 6-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്ന്. നിത്യജീവൻ നൽകുന്ന അപ്പം ഞാനാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല എന്ന്. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സന്തോഷം ആവശ്യമാണ്. ഈ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെയൊക്കെ തലച്ചോറിൽ സന്തോഷ ഹോർമോണായ ഡോപ്പമിൻ, ആ ഡോപ്പമിൻ കൂടുന്നതനുസരിച്ചാണ് സന്തോഷം നമുക്ക് ലഭിക്കുക. ഒരു വീഡിയോ ഗെയിമിന് അഡിക്റ്റായ ഒരു വ്യക്തി, അവൻ അതിലൂടെ പോകുമ്പം അവനൊരു സന്തോഷം ലഭിക്കുന്നു. കുറച്ച് കഴിയുമ്പം അതിനേക്കാൾ കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഗെയിമുകളിലേക്ക് പതുക്കെ പതുക്കെ പോയി അങ്ങനെ അവൻ പതുക്കെ അഡിക്റ്റ് ആകുന്നു. ഇനിയുമുണ്ട് തീവ്രമായ പല കാര്യങ്ങളും. അശ്ലീല ചിത്രങ്ങളിലൂടെ, പോണോഗ്രഫിയിലൂടെയൊക്കെ പോകുന്നവര്, അവർക്കും ഈ നൈമിഷിക സുഖം ലഭിക്കുന്നു. കുറച്ച് കഴിയുമ്പം തീവ്രത കൂടിയ ചിത്രങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പോവുകയാണ്. എന്തിനോ വേണ്ടിയിട്ടുള്ള ദാഹം, എന്തിനോ വേണ്ടിയിട്ടുള്ള വിശപ്പ്, ഇതിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ പോകുമ്പം സന്തോഷത്തിന് വേണ്ടി, നൈമിഷിക സുഖത്തിന് വേണ്ടി ഇങ്ങനെ മനുഷ്യനിങ്ങനെ പരക്കം പാവുക. ഇതിന് അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോടുകൂടെ തന്നെ ഇരുളടഞ്ഞ ഒരു അവസാനമാണ് ഇതിനൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഈശോ പറഞ്ഞതെന്താണ്? ഞാനാണ് ജീവന്റെ അപ്പം, എന്നിലേക്ക് വരുന്നവന് ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകുവാനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പെസഹ തിരുനാളിൽ തൻ്റെ ശരീരവും രക്തവും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? ഈ ലോകത്തില് പല വ്യക്തികൾക്കും നൽകാൻ സാധിക്കാത്ത ആശ്വാസം, അല്ലെങ്കിൽ പല വ്യക്തികൾക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കാത്ത അത്രയും ആശ്വാസം എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് സന്തോഷം തരുവാൻ, നമ്മയൊക്കെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില സമയത്തൊക്കെ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. പട്ടം ലഭിച്ച് ഏകദേശം 13 വർഷം കഴിഞ്ഞു. ആ കാലഘട്ടങ്ങളിൽ, 13 വർഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, ഞാൻ ഈശോയെ സ്വീകരിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആഴമേറിയ ഒരു മാറ്റം ഉണ്ടായോ എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. 2021 മാർച്ച് മാസം 25-ാം തീയതി, ആ ഒരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. ഞാൻ ഇതിന് മുമ്പുള്ള ടോക്കുകളിൽ ആ അത്ഭുതത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഴങ്ങളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിദേശ രാജ്യത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒറ്റയ്ക്കായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഞാൻ. നമുക്കറിയാലോ, തനിയെ വരുന്ന നിമിഷങ്ങളിൽ നമ്മളൊക്കെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കും.
ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഒരു പ്രീസ്റ്റ്, ആ പ്രീസ്റ്റിന് ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി. പിന്നെ കുറച്ച് ന്യൂസ് കണ്ടു, TV കണ്ടു, അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പം ഭയങ്കര പെയിൻ, ഒരു ബുദ്ധിമുട്ട്, കാര്യമായിട്ടൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, ആൾക്കാരൊന്നും അധികം ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ പതുക്കെ 2021 ആഴമേറിയ ഒരു വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. എല്ലാ ദിവസവും രാത്രിയിൽ 8 മണിക്ക് ശേഷം ഞാൻ തനിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ അവസരങ്ങളിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഞാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ് ഞാൻ പ്രാർത്ഥിച്ചത്? അതാണ് ചോദ്യം. കാരണം പകല് വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരുമായിരുന്നു പ്രാർത്ഥിക്കാനും അവരുടെ സങ്കടങ്ങളൊക്കെ പറയുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, സൈക്കോളജി പഠിപ്പിച്ചപ്പം പ്രൊഫസർ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ അടുക്കിലേക്ക് വ്യക്തികളോ കുടുംബങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം അവരെ കേൾക്കുക എന്നുള്ളതാണ്. 50% ഹീലിംഗ് അവിടെ നടത്തപ്പെട്ട് കഴിഞ്ഞു. ബാക്കി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചാൽ മതി. പക്ഷേ ലിസണിങ് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എൻ്റെ പ്രൊഫസർ എന്നെ പഠിപ്പിച്ചിരുന്നു. ഞാനിവരെയൊക്കെ കേൾക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നെ കൊണ്ടാകുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ടും ശ്രമിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില വേദനകളും ചില ദുഃഖങ്ങളുമൊക്കെ കേട്ട് കഴിയുമ്പോൾ ആർക്കും ഒരു ഉത്തരവും കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ഒരു ഉത്തരവും മാനുഷികമായ രീതിയിൽ കൊടുക്കുവാനോ ആരെയും ആശ്വസിപ്പിക്കുവാനോ സാധിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിശ്വസിച്ചു, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രം അംഗമല്ല, അവൻ്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും അംഗമാ ആ പുരോഹിതൻ. മോശയെ പോലെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തി. രാത്രിയുടെ യാമങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്താ? പകല് കേട്ട വേദന, ദുഃഖം, അവരുടെ ദുഃഖം, അവരുടെ ഹൃദയഭാരം, നൊമ്പരം അത് വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വേദനയും ദുഃഖവും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പം, ഈശോയെ, എന്നെ കണ്ടുപോയ ഈ വ്യക്തി, ഈ കുടുംബം, അവരിൽ ഇത്രമാത്രം പ്രശ്നമുണ്ട്, ദുഃഖമുണ്ട്, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല, അവരെ കേൾക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഈശോയെ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കി വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട്. ഞാനൊരു മീഡിയേറ്ററായിട്ട് നിന്നതേ ഉള്ളൂ, അവരെ കേട്ടതേ ഉള്ളൂ. പക്ഷേ ആ കേട്ട കാര്യങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ ആ വേദനകൾ, വിഴുപ്പ് ഭാണ്ഡങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പം വലിയ മാറ്റങ്ങൾ അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ആത്മപ്രശംസ ചെയ്ത് സംസാരിക്കുന്നതല്ല, മറിച്ച് എൻ്റെ അനുഭവം പറയുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം പ്രത്യേകിച്ച് അരമണിക്കൂറെങ്കിലും, ഞാൻ സാധാരണ ചെയ്യുന്നത്, ഒരു പുരോഹിതനായതുകൊണ്ട് എനിക്കത് ചെയ്യാം, ഞങ്ങൾ നൈറ്റ് പ്രെയർ കഴിഞ്ഞ് 9 മണിക്ക് ശേഷം കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഞാൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ കിട്ടുന്ന ശക്തി, സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്താ? പിറ്റേ ദിവസം പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുമ്പം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ വിശ്വാസം ആഴപ്പെടട്ടെ എന്ന് ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധനകളുണ്ട്. പല നിത്യാരാധന ചാപ്പലുകളും പല സ്ഥലങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കാം. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതെ, ആ ഈശോയുടെ സന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു പോകും. നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗോ ബാക്ക് ടു ദ ഓൾട്ടർ
അതെ, അൾത്താരയിലേക്ക് തിരിച്ചു പോകണം. അവിടെ സന്നിഹിതനായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കണമെന്ന്. ഈ പെസഹ തിരുനാളില് ഒരേ ഒരു അപേക്ഷ, നമുക്കൊരു തീരുമാനമെടുക്കാം. അതെ, ദിവികാരുണ്യത്തിൽ എൻ്റെ ഈശോയുണ്ട്. എൻ്റെ വേദന, എൻ്റെ ദുഃഖം, എൻ്റെ നൊമ്പരം മനസ്സിലാക്കാൻ, കാണാൻ, കേൾക്കാൻ കഴിയുന്ന ജീവനുള്ള ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് ഞാൻ തിരിച്ചു പോകും. ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ എല്ലാം തുറന്നു പറയുന്നത് പോലെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഞാൻ കൊടുക്കും. അതെ, അങ്ങനെ കൊടുത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മോചനം കിട്ടും. വലിയ ശക്തിയോടുകൂടെ തന്നെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ടോക്കിലൂടെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രകാശം നിങ്ങൾക്ക് ദൈവം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ടോക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് അയച്ചു കൊടുക്കണം. കാരണം എന്താ, നമ്മുടെയൊക്കെ ഒരു പ്രവർത്തനം മൂലം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരിൽ ഒരു മാറ്റം വരുമ്പം, അവർക്കും വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് പോയിരുന്നെന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ ശക്തി കിട്ടുമ്പം, അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളില് സന്തോഷവും ആനന്ദവും ഒക്കെ നിറയുമ്പം, അത് എനിക്ക് ദൈവം എന്നെ സഹായിച്ചത് കൊണ്ടാണല്ലോ അവർക്കും പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്ന ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കട്ടെ. ചുരുക്കത്തില് നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ അനുഗ്രഹം അങ്ങ് തരണമേ കർത്താവേ. വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കാൻ, അങ്ങയോടൊപ്പം ജീവിക്കുവാൻ, ചരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.